നല്ല സിനിമയാണ്. വീരാസ്മിൻ നല്ല രസമുണ്ട്. ഒരു മകൾ സിനിമയ്ക്ക് ശേഷം നല്ലൊരു പടമാണ്. ഒരു ആ ക്ഷീണമൊക്കെ മാറി കിട്ടും. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി. ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല നമുക്കൊരു ഹാപ്പി ആയിട്ട് ഇറങ്ങി വരാൻ പറ്റും തിയേറ്ററിൽ. അങ്ങനത്തെ ഒരു പടമാണ്. തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. ഫാമിലി തന്നെ കയറണം. നല്ല രസമുണ്ട് കോമ്പിനേഷൻ. പിന്നെ നമ്മൾ ആ ഒരു പഴയ കോമ്പിനേഷൻ തന്നെ നമുക്ക് ആ ഒരു ഫീൽ തരുന്നുണ്ട്. ആ ഒരു കെമിസ്ട്രി ഒന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല. നന്നായിട്ടുണ്ട് പടം. ഒരു ആവറേജ് മൂവി. എൻ്റെ പ്രത്യേകം കുഴപ്പമില്ല. വിരാസിൻ്റെ അങ്ങനെ എന്താ പറയുക, ഒരു മകൾക്ക് ശേഷം അഭിനയിക്കുന്ന ഒരു മലയാള സിനിമ അത്യാവശ്യം കണ്ടിരിക്കാം. കുഴപ്പമില്ല. എന്ന് വെച്ചാൽ പത്മകുമാറിൻ്റെ സീരീസ് പടമൊന്നും അല്ലത്. പത്മകുമാറിൻ്റെ വെറൈറ്റി ആയിട്ടൊരു നല്ലൊരു കോമഡി ഫാമിലി മൂവിയാണ്. അതായത് മീരാസ്മിൻ വളരെ നന്നായിട്ട്. മീരാസ്മിൻ 100% മീരാസ്മിൻ ചിത്രം. ഒരു സീൻ പോലും ഇല്ലാത്തതില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ എല്ലാ സീനിലും മീരാസ്മിനുണ്ട്. നരേനും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മല്ലിക സുകുമാരൻ എല്ലാവരും ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നല്ലപോലെ പോയിട്ടുണ്ട്. ഒരു ഫാമിലി മൂവി കേട്ടോ. എല്ലാവർക്കും ഫാമിലിയായിട്ട് തന്നെ കാണാൻ നല്ലൊരു സിനിമ. കുഴപ്പമില്ല. ഫീൽ ഗുഡ് ഫിലിം. ഇഷ്ടപ്പെട്ടു. മീര യാസ്മിൻ്റെയും നരൻ്റെ നല്ലൊരു പടം. ഞാൻ നല്ല എൻജോയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു പടം. നല്ലൊരു കോമഡിയും സെൻറ്റിയും എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. അതെ നല്ല മൂവിയാണ്. നല്ല പടം. മീര യാസ്മിൻ പെർഫോമൻസ് കൊള്ളാം. നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമാക്സ് അങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ലായിരുന്നു. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അതാണ് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് മൂവി. ഓഫ് കോഴ്സ്. അതാണ് നമ്മൾ കുറേ നാളിന് ശേഷം വലിയ സ്ക്രീനിൽ കാണുന്നത്. നല്ല രസമുണ്ട്. പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. ഒന്നുകൂടെ ഗ്രേസ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആ പാട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൽബിലെ ആ പാട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നരേന്ദ്രൻ്റെ ക്ലൈമാക്സിൽ പെർഫോം ചെയ്യാനുള്ളൊരു നല്ലൊരു സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് ഇമോഷണൽ സാധനമൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ചെയ്യും. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി. തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. താങ്ക് യു.